ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ്, കോട്ടപ്പുറം മുദരിസ്, ബഹുമാനപ്പെട്ടവരെ ആശംസയ്ക്ക് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وعلى آله وصحابه الموفين عهدا. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. ഏറ്റവും കൂടുതൽ സ്നേഹവും അതിലുപരി ആദരം നിറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ഈ പഞ്ചായത്തിലെ കർമ്മധീരരായ പ്രവർത്തകരെ, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ധന്യമായ സദസ്സിലേക്ക് കടന്നുവന്ന് അടവിതാരമിക്കൊള്ളുന്ന ഏതാനും നിമിഷങ്ങൾക്കകം സദസ്സിനെ വളരെ ഗംഭീരമായ രീതിയിൽ അഭിസംബോധന ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്ന തൊട്ടുമുക്കം സഖാഫി അവർകൾ, വിവിധ മഹല്ലുകളിൽ നിന്ന് വന്ന് ഈ സദസ്സിനെ ധന്യമാക്കി തന്ന കമ്മിറ്റി ഭാരവാഹികൾ, ഖത്തീബുമാർ, മുതഅല്ലിമുകൾ, വളരെയേറെ ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇന്നുള്ളത്. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിശദീകരണ സമ്മേളനങ്ങൾ വളരെയേറെ തകരും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1926 ശേഷമുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് മുസ്ലിം കേരളത്തെ അഹ്ലു സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിലനിർത്തുവാൻ സാധിച്ചത് എന്നുള്ള വസ്തുത ചെറിയ പിഞ്ചു കുട്ടികൾക്ക് പോലും ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരു ബഹുമാനപ്പെട്ട പണ്ഡിത സഭ കേരളക്കരയിൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സമസ്തയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ് കാലോചിതമായ രീതിയിൽ മദ്രസ രൂപം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ ഏത് നിലപാടിലായിരിക്കും, ഏതവസ്ഥയിലായിരിക്കുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ കേരളം വിട്ടുകൊണ്ട് ഇതര സ്റ്റേറ്റുകളിലേക്ക്, യുപിയിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ കർണാടകത്തിലേക്കോ തൊട്ടപ്രദേശമായ സ്റ്റേറ്റായ തമിഴ്നാട്ടിലേക്കൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം അധിവസിക്കുന്ന ഒരു സ്റ്റേറ്റായി യു പി എന്നൊക്കെ എല്ലാവർക്കും അറിയാം. യു പിയുടെ പ്രാന്തപ്രദേശങ്ങൾ തേടിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ പെണ്ണുമാർക്ക് പലരും അവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥകളാണ്. സമുദായങ്ങൾ ധാരാളമുണ്ട്. ധാരാളം സ്ത്രീ പുരുഷന്മാർ, വിദ്യാർത്ഥിനികളുള്ള യു പിയിലെ ഒരു കൊടിക്കീഴിൽ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് കീഴിൽ മതവിദ്യാഭ്യാസം നൽകപ്പെടുന്ന ഒരു ഏജൻസി അവർക്ക് ഇല്ലാത്തതിന്റെ പേരിൽ അവിടെയുള്ള മുസ്ലിമുകളൊക്കെ ഇന്ന് വിദ്യാഭ്യാസപരമായി ധാർമ്മികപരമായി വളരെയേറെ പിന്നോക്കാവസ്ഥയാണ് എന്ന് അവിടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും. തൊട്ടടുത്ത തമിഴ്നാട് പോയി നോക്കിയാലും ഭിന്നമല്ല, ഇതുപോലെ തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ. വിശിഷ്യ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഈ ശക്തമായ ഈ അവസ്ഥ കേരളത്തിൽ പടുത്തുയർത്തിയത് ഈ ബഹുമാനപ്പെട്ട പണ്ഡിത സഭയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തില് അല്ലെങ്കിൽ ലോകത്തിലുള്ള ഇസ്ലാമിക ചൈതന്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ വിദേശികളായ വലിയ രാഷ്ട്രങ്ങളെന്ന് പോലും വിദ്യാർത്ഥികളൊക്കെ അല്ലെങ്കിൽ ചിന്തകന്മാരൊക്കെ ചരിത്ര അന്വേഷികളൊക്കെ ലോകം ചുറ്റിക്കറങ്ങി അവസാനം കേരളത്തിൽ എത്തിപ്പെടുകയാണ്. കേരളത്തിലെത്തിപ്പെടുമ്പോ കേരളത്തിലെ ഈ പണ്ഡിത സഭയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും
10,000-ഓളം വരുന്ന മദർസകളെ എങ്ങനെയാണ് കാലോചിതമായി ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വിദ്യാഭ്യാസ കരിക്കറികളെക്കുറിച്ചും നയ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ച് അവസാനം ലോകത്തിന് സമർപ്പിക്കുന്നത് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള യഥാർത്ഥ ഇസ്ലാമികമായ രീതിയിൽ സുന്നത്ത് ജമാഅത്ത് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നത് ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരളക്കരയിലാണ് എന്ന് അവർക്ക് എല്ലാവരും റിപ്പോർട്ടിലൂടെ വിധിയെഴുതുകയാണ്. അവർ സഞ്ചരിച്ച കേരളം മാത്രമല്ല, യുപിയിലും ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുകളിലും അറേബ്യ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് പോലും ചരിത്രങ്ങളിൽ നിന്ന്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഖുർആന്റെ തഫ്സീറുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന സുന്നത്ത് ജമാഅത്തിന്റെ തനതായ ശൈലി അവർ കണ്ടെത്താൻ സാധിച്ചത് ലോകത്തിൽ കേരളത്തിൽ നിന്നാണ്, വിശിഷ്ട മലബാറിന്റെ ഏരിയകളിൽ നിന്നാണ് എന്ന് അവർ സന്തോഷത്തോടെ റിപ്പോർട്ടുകൾ എഴുതുകയാണ്. എന്താണ് ഇതിന് കാരണം? നമുക്ക് പ്രതിനിധാനം ചെയ്യുന്ന ആത്മാവിനത്തിലും സ്നേഹിക്കുന്ന ഈ മഹത്തായ സംഘടനയുടെ പ്രവർത്തനമാണ് എന്ന് നമുക്ക് ഒക്കെ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഇത് ഉദാഹരണ സമർപ്പിക്കുന്നത്. നമുക്ക് മദ്രസയിൽ പഠിച്ചവര് പണ്ടുകാലത്ത് 5ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞാൽ 7ാം ക്ലാസ് വരെ, പിന്നീട് 10ാം ക്ലാസ് വരെ, ഇപ്പോൾ ഹയർ സെക്കൻഡറി അടക്കം പ്ലസ് ടു അടക്കം തുടങ്ങുന്ന മദ്രസകൾ നമുക്ക് മുമ്പിലുള്ളത്. നാം പഠിച്ചത് അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചത്, ഹബീബ് റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ചത്, സംസ്കാരം പഠിച്ചത്, സംസ്കൃതി പഠിച്ചത്, എല്ലാം പഠിച്ചത് നമുക്ക് പഠിച്ച സമസ്തയുടെ മദ്രസയിൽ കയറിക്കുന്ന സമസ്തയിലെ ഈ മദ്രസ പാഠപുസ്തകങ്ങളിൽ നൽകുന്ന സന്ദേശങ്ങൾ എത്ര സുന്ദരമായ സന്ദേശങ്ങളാ. ഈ മഹാരാജ്യത്ത് തീവ്രവാദം പാടില്ല, ഭീകരവാദം പാടില്ല. ഈ മതേതര രാജ്യത്ത് മതേതര സമൂഹം ആ രൂപത്തിൽ വളരെ സന്തോഷത്തോട്, ആഹ്ലാദത്തോടെ, ഐക്യത്തോടെ ജീവിക്കണമെന്നൊക്കെ പറയുന്ന ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ സമസ്തയിലുള്ള ബഹുമാനപ്പെട്ട മുസ്ലിങ്ങളെ, സമസ്ത വിദ്യാഭ്യാസ കരിക്കുല പാഠപുസ്തകങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പോലും അവർ കത്തി തിരഞ്ഞുപിടിച്ച് അന്വേഷിച്ച് സന്തോഷത്തോടെ റിപ്പോർട്ട് എഴുതിയത് സമസ്ത പഠിപ്പിക്കുന്ന മതേതരത്വമാണ്, മതത്തിന്റെ ഐക്യമാണ്, ഭാരതത്തിന്റെ അഖണ്ഡതയാണ് എന്നൊക്കെ അവർ രേഖപ്പെടുത്തുകയാണ്. ഒരിക്കലും തീവ്രവാദത്തിനില്ല. നേരെ പാകിസ്ഥാനിൽ പോയി നോക്കൂ, അത് ഇതര രാഷ്ട്രങ്ങളിൽ പോയി നോക്കൂ, അവിടൊക്കെ പിടിക്കപ്പെടുന്ന പണ്ഡിതന്മാരും അവിടെ മദ്രസ മുല്ലമാരുമാണെങ്കിൽ സമസ്തയുടെ ഉലമായിൽ നിന്ന് ഒരാളെപ്പോഴും തീവ്രവാദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ പേരിലോ രാജ്യത്തിന്റെ കളങ്കതയിൽ പ്രസംഗിച്ചതിന്റെ പേരിലോ പിടിക്കപ്പെട്ട ചരിത്രം സമസ്തയുടെ ഉലമാൻ ആർക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല. കാരണം പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ശൈലി, അഹ്ലുസുന്നയുടെ വിശ്വാസാദർശങ്ങൾ അത് പ്രതിപാദിക്കുന്നതുകൊണ്ട് ലോകത്ത് എല്ലാവരും സമസ്തയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിനെ സപ്പോർട്ട് കൊടുക്കുകയുമല്ലാതെ ഭിന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവരെ കാണാൻ സാധ്യമല്ല. പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് സമസ്ത പഠിപ്പിക്കുന്ന സന്ദേശം. സൂറത്ത് തൗബയുടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കണം, വഖൂലു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരോട് കൂടെയാവണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. നമുക്ക് 5 നേരം വിശുദ്ധ ഖുർആനിലൂടെ, സൂറത്ത് ഫാത്തിഹയിലൂടെ 5 നേരം കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, നേരിന്റെ മാർഗത്തിൽ നിത്യമാക്കണേ തമ്പുരാനെ. ഏതാണ് നേരിന്റെ മാർഗം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യിന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ എന്ന് വിശുദ്ധമായ ഈ വചനത്തിന് മുഫസ്സിറുകൾ തഫ്സീർ വ്യാഖ്യാനം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ അംബിയാ ഔലിയാക്കന്മാരുടെ മാർഗമാണ്, സുദ്ദീഖീങ്ങളുടെ മാർഗമാണ്, സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരിന്റെ മാർഗമെന്ന് വിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യമെന്ന് മുഫസ്സിറുകൾ ഇതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മോട് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത ബഹുമാനപ്പെട്ടവരെ, ഈ ഒരു മാർഗമാണ് ഈ മുസ്ലിം കരിലെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലോക സമുദായത്തെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഏഷ്യയിലെ തന്നെ വിദ്യാഭ്യാസ മത ഏജൻസികളെ പരിശോധിച്ച് നോക്കിയാൽ ഈ മഹത്തായിരിക്കുന്ന താബികളും റസൂലുള്ളാഹിയും സ്വയമത് കാണിച്ച മാർഗത്തിന് അണുകിത വ്യതിചലിക്കാതെ ഈ ബഹുമാനപ്പെട്ട സമുദായത്തെ കൊണ്ടുപോകുന്ന സംഘടന, ഈ നമ്മുടെ മഹത്തായ മാതൃക സംഘടന സമസ്തയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏഷ്യ വൻകര പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്ര വ്യവസ്ഥാപിത ശാസ്ത്രീയമായ കാലോചിതമായ കരിക്കുല വിദ്യാഭ്യാസ പരിപാടിയൊക്കെ ഉണ്ടാക്കി ലോകേഷ്യയിൽ എവിടെയാണ് ഇങ്ങനൊരു സംഘടന നിലകൊള്ളുന്നത് എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിച്ചാൽ മറ്റൊന്ന് സമസ്തല്ലാത്ത മറ്റൊന്നിനെ പറയാൻ നമുക്ക് ഉദാഹരിക്കാൻ സാധ്യമല്ലാത്ത വിധം ഈ ബഹുമാനപ്പെട്ട ഈ സംഘടനയും അതിന്റെ കീഴ്ഘടകങ്ങളും വിദ്യാഭ്യാസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.
ബഹുമാനപ്പെട്ടവരെ, അതിന്റെ ഈ വളായ്പിനെ ഇരുമ്പിളിയം പഞ്ചായത്തിലെ ഒരു സംയുക്തമായ ഒരു മീറ്റിംഗിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട സഖാഫി അവറുകൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചു സമയം ആശംസ അർപ്പിക്കുവാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെന്നെ ക്ഷണിച്ചത്. അതിന്റെ പേരിൽ ഈ മഹത്തായ സംഘടനയോടുള്ള മഹബത്ത് കൊണ്ടും അതിന്റെ ഒരു എളിയ സേവന നേടിയും ഒന്നുരുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരിക്കുന്നതുവരെ ഈ മഹത്തായിരിക്കുന്ന ആശയ ആദർശങ്ങൾ വിശ്വസിച്ച് സമുദായത്തിൽ പഠിപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് ഈമാനോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി കലിമത്ത് തയ്യിബ ഉച്ചരിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്താരിക സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഭാവവും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. യോഗാധ്യക്ഷൻ ബഹുമാന്യനായ അലിഫൈസി അലവിദാരിണി, ബഹുമാന്യനായ ഹംസ ഫൈസി, സലീം ഫൈസി, മറ്റു പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വിവിധ പോഷക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ സ്വാഗത പ്രസംഗം മുതൽ ആശംസാ പ്രസംഗങ്ങൾ ഉൾപ്പെടെ കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത സഭ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മഹത്വം നമുക്ക് അറിയുന്നത് തന്നെ വീണ്ടും ഒരാവർത്തി നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനു വേണ്ടി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് നമുക്കറിയാമെങ്കിലും ഒരുപക്ഷെ ജമിയത്തുൽ ഉലമ ലോകത്ത് കാഴ്ചവെച്ച, നമ്മുടെ കേരളക്കരയിൽ കാഴ്ചവെച്ച പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി, പരിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ, ബഹുമാന്യരായ പണ്ഡിത നേതാക്കളുടെ വിശാലമായ കാഴ്ചപ്പാടുകൾ അത് ആധുനിക സമൂഹത്തിന് പലപ്പോഴും അറിയാതെ പോകുന്നു എന്നതുകൊണ്ട് തന്നെ ആദർശ കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അതാത് പ്രദേശങ്ങളിലേക്ക് ശബ്ദമെത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പഞ്ചായത്ത് നിലയ്ക്കൊരു സംവിധാനം ഒരുക്കിയതെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നേരത്തെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 25-26 രൂപീകരിച്ചത് മുതൽക്ക് ഇന്ന് വരെ അത് എന്തൊരു ആശയത്തിന് വേണ്ടിയാണോ, ഏത് ആദർശത്തിന് വേണ്ടിയാണോ അത് രൂപീകരിച്ചുവെങ്കിൽ അതേ ആശയത്തിൽ തന്നെ, അതേ ആദർശത്തിൽ തന്നെ ഇതുവരെ അതിന് മുന്നിട്ട് നിൽക്കുന്നു, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നേതാക്കൾ പലപ്പോഴും മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ മറുഭാഗത്ത് നിൽക്കുന്ന ഏതാനും 6 ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുറത്താക്കിയപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. ബഹുമാന്യനായ കണ്ണിയത്ത് ഉസ്താദ് ആരാ? ബഹുമാന്യനായ ശംസുൽ ഉലമ മഹാനവറുകൾ ആരാ? ഈ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്താണല്ലോ ഈ 6 ആളുകൾ പുറത്തുപോയി ആക്കിയത് എന്ന് പറയുമ്പോ സ്വാഭാവികമായി കണ്ണിയത്തിന് അംഗീകരിക്കാൻ, ശംസുൽ ഉലമയെ അംഗീകരിക്കാൻ, ബഹുമാന്യനായ കണ്ണിയത്ത് വഫാത്തായതിനു ശേഷം ആ കണ്ണിയത്തിന് നഗർ വെച്ചുകൊണ്ട് പരിപാടികൾ നടത്താൻ ശംസുൽ ഉലമ വഫാത്തായപ്പോൾ ആ ശംസുൽ ഉലമയുടെ പേരിൽ നഗറുകൾ വെച്ചുകൊണ്ട് പരിപാടി നടത്താൻ തയ്യാറാകുന്നുവെങ്കിൽ സമസ്ത എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന് അതുവരെ നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും അംഗീകരിക്കുന്നവരായിരുന്നു. പക്ഷേ ഏതൊക്കെ ചില ആശയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില പ്രത്യേക താൽപര്യങ്ങൾക്ക് വേണ്ടി നാം ഉദ്ദേശിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി
പ്രത്യേകം സംഘടന ഉണ്ടാക്കി പോകുന്നു എന്നല്ലാതെ ശംസുൽ ഉലമയെയും കണ്ണിയത്തിനെയും അംഗീകരിക്കുന്നുവെങ്കിൽ ആ ശംസുൽ ഉലമയും കണ്ണിയത്തും എന്താണോ കാഴ്ചവെച്ചത് അതുതന്നെയാണ് പിൻകാലത്തുള്ള പണ്ഡിതന്മാർ ഇന്നും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും പ്രവർത്തിക്കാത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ദീർഘകാലം അതിന്റെ നേതൃത്വം നൽകിയ വന്ദ്യരായ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ കറാഹത്ത് പോലും എത്രത്തോളം മഹാനവറുടെ ജീവിത ചരിത്രത്തിലേക്ക് കടക്കുമ്പോ ഒരാൾ മഹാനവറുകളെ കാണാൻ ചെല്ലുന്നു. ആ കാണാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം അവിടേക്ക് പാരിതോഷികമായി അല്പം ചായപ്പൊടിയാണ് കൊണ്ടുപോകുന്നത്. ഈ ചായപ്പൊടി അവിടെ മേടിച്ചു വെച്ചുകൊണ്ട് മഹാനവറുകളോട് പറയുന്നു, ഇദ്ദേഹം ഇതെന്തിനുള്ളതാണെന്ന് ചോദിക്കുമ്പോ ഇത് ഇവിടെ പലരും അങ്ങയെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നല്ലോ. മഹാനവറുകളുടെ അടുക്കലേക്ക് ഫത്വകൾ തേടിക്കൊണ്ട് രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ട് ഇസ്ലാമികമായ മതവിധികൾ തേടിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ തന്നെ മഹാനവറുകളോട് ഈ പറയുന്നു, ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നവരെ അവർക്ക് വേണ്ടി ചായ ഉണ്ടാക്കി കൊടുക്കാനാണെന്ന് പറയുമ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉടനെ അകത്തേക്ക് ചെന്നുകൊണ്ട് തന്റെ ഭാര്യയോട് പറയുന്നു, പ്രിയപ്പെട്ട ഭാര്യ, ഇതാ ഇവിടെ അതിഥികൾ വരുമ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാണ്. അഹമ്മദിന് അഥവാ എനിക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല, എനിക്കിതിൽ നിന്ന് ചായ ഉണ്ടാക്കാൻ പാടില്ല. അതിഥികൾക്ക് എന്ന് പറഞ്ഞ ആ വ്യക്തമായ വാക്ക് അത് സ്വാഭാവികമായൊരു വാക്കാണ്. സ്വാഭാവികമായി മൂലയിലെ ചായ കുടിച്ചോളി എന്ന് നമ്മൾ പറയുന്നത് പോലെ സ്വാഭാവികമായൊരു വാക്കായിരുന്നു പറഞ്ഞതെങ്കിൽ അത് അതേപോലെ മനസ്സിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കറാഹത്ത് പോലും പ്രവർത്തിക്കാത്ത അങ്ങനത്തെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയ ശംസുൽ ഉലമായി നേതൃത്വം നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമ ലോകത്തോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ അവർക്ക് പിഴവ് പറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഖാദിയാനിസം ഇവിടെ വന്നപ്പോ നേരത്തെ ഉസ്താദ് മറുപടി സൂചിപ്പിച്ചല്ലോ. ഖാദിയാനിസം ഇവിടെ വന്നപ്പോ ഖാദിയാനികളെ കാഫിറാണെന്ന് ആദ്യമായി ലോകത്തോട് പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. അന്ന് സൗദി ഗവൺമെന്റ് അവിടുത്തെ ഔഖാഫില് പണ്ഡിതന്മാര് ചർച്ച ചെയ്തില്ലേ, അത് ശരിയാണോ എന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്ന് അവസാനമായി ലോകത്തോടായിട്ട് അവിടെ നിന്നും സൗദിയിൽ നിന്നും ഫത്വ ഇറങ്ങി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ നടത്തിയ ആ ഫത്വ അത് ശരിയാണെന്ന് ലോകം അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ആസ്ഥാനത്തിരുന്നുകൊണ്ട് 40 അംഗ മുശാവറ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ലോകത്തത് അംഗീകരിക്കപ്പെടുന്നു. അത് ശരിയാണെന്ന് പിൻകാലം ലോകത്ത് തെളിയിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്തെ കാഴ്ചവെച്ച ഇതുപോലത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഖാദിയാനിസം മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞല്ലോ, ആ പറഞ്ഞത് പിൻകാലത്ത് ഇതാ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ട് ഇപ്പോഴും വോട്ട് തേടി നടക്കുന്ന ആ സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിൽ മറുഭാഗത്തുള്ള ആളുകളും വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ പല രൂപത്തിലായിട്ട് വോട്ടുകൾക്ക് വേണ്ടി പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. വന്നരായ തൊട്ടുമുക്കം ഉസ്താദ് ഇവിടെ വരുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്പസമയമാണ്. അതിനു മുമ്പ് ഇവിടെ ഇനിയും ആശംസകൾ നടക്കാനുണ്ട്. ഇവിടെ അവസരം ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ല. വന്നരായ കോയക്കുട്ടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും നമുക്ക് നേതൃത്വം നൽകുമ്പോ ആ നേതൃത്വം അവിടെ കൂടിയാലോചന നടത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം ലോകത്തിന് അംഗീകരിക്കേണ്ടി വരുന്നു. മറുഭാഗത്തുള്ള കാര്യങ്ങൾ ഇതാ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തി ജമാഅത്തിന്റെ അടിസ്ഥാന ആശയം തന്നെ ജനങ്ങൾക്കിടയിൽ ഇല്ലാതെയാക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ കുറെ പ്രസംഗിക്കലായിരുന്നു നേരത്തെ. അവിടെ നിന്ന് പൊടുത്തം കിട്ടി എന്തൊക്കെയോ പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടി, സമ്പത്തിന്റെ ആവശ്യത്തിനു വേണ്ടി കോടികൾ പിരിച്ചിട്ട് ഹബീബായ നബിയുടെ മുടിയുടെ പേരിൽ പിരിച്ചു. ആ പള്ളി പോലും ഇന്നുവരെ ലോകത്ത് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് കൊടുത്ത ആളുകൾ തിരിച്ചു വാങ്ങേണ്ടതല്ലേ? പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതില്ല എങ്കിൽ തിരിച്ചു വാങ്ങേണ്ടതല്ലേ? അങ്ങനെയല്ലേ എങ്കിൽ ഇതുപോലെ അവരുടെ എല്ലാ കാര്യത്തിലേക്കും നമ്മൾ കടക്കുമ്പോ ഓരോ കാര്യങ്ങളും ഇപ്പൊ മിണ്ടരുത് എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോ അവരിൽ നിന്ന് പ്രധാനികൾ തന്നെ വരുന്നു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ നമുക്ക് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ 26 രൂപീകരിച്ച അതേ ആശയം ഇന്നും നിലനിർത്തിപ്പോരുന്നു. അതിന് യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ല അതിന്റെ തീരുമാനങ്ങളിലും. അതിനുശേഷം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. ബഹുമാന്യനായ അംസഫീസി ഇവിടെ പറഞ്ഞു, വിദ്യാഭ്യാസ ബോർഡ് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് കാഴ്ചവെക്കുന്നത്. അതിന്റെ പാഠപുസ്തകങ്ങൾ പോലും പലപ്പോഴും കള്ളത്തരത്തിൽ അച്ചടിച്ച് വിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമസ്തയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അതിന്റെ പാഠപുസ്തകം പോലും കള്ളത്തരത്തിൽ അച്ചടിച്ച് വിൽക്കാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് സമസ്തയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഞാൻ ഇവിടെ അടുത്ത് നമ്മളൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ബന്ധപ്പെട്ടപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പാരിഷിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പരിപാടിയുമായി അവിടുത്തെ കമ്മിറ്റി ബന്ധപ്പെട്ടപ്പോ അവർ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സാധാരണക്കാരന്റെ വാക്കാണ് ഞാൻ പറയുന്നത്. അവർ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ തന്നെയല്ലേ? അവിടുത്തെ ഉസ്താദുണ്ട്, അവിടുത്തെ പ്രധാനികളായ ആളുകളുണ്ട്, സമസ്തയുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പാടെ ചെന്നപ്പോ അവിടുത്തെ സാധാരണക്കാരൻ ചോദിച്ചത്, നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ തന്നെയല്ലേ? സമസ്ത എന്ന പേരിൽ പലരുമുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആ മാനേജ്മെന്റിൽ ഉണ്ടായതുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതാണ് സാധാരണക്കാരൻ പോലും ചോദിച്ചത് എങ്കിൽ, അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ചെല്ലുമ്പോഴും ചോദിക്കുന്നത് അതാണ് എങ്കിൽ ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കി പള്ളിയും മദ്രസകളും അനുബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകൾ മാറി നിൽക്കുക സ്വാഭാവികമായി അതൊരു ധാർമ്മികമായ ബാധ്യതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഐക്യമാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം സാഹോദര്യമാണ്. ആ സാഹോദര്യത്തിലും ഐക്യത്തിലും നമ്മൾ വർത്തിക്കുക എന്നതാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഛിദ്രതകൾ ഉണ്ടാക്കാനോ അല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും ഐക്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജീവിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നത് സാധാരണക്കാരൻ ഏറ്റെടുക്കുന്നു. ആ ശബ്ദം ഇന്നും അതേപോലെ ഏറ്റെടുക്കുന്നു. അത് ഇവിടെയും നമ്മൾ ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ആദർശ സമ്മേളനം നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ വിശാലമായിക്കൊണ്ട് ഞാൻ ചില ഭാഗങ്ങളൊക്കെ ആ സമയം ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ സന്ദർഭോചിതമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞെന്ന് മാത്രം. അതേ സ്ഥാനത്ത് വിശദമായിക്കൊണ്ട് ഇവിടെ അതിന്റെ ക്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കള്ളത്തരങ്ങൾ പറയുന്ന വളരെ വൃത്തിയായിക്കൊണ്ട് ബുഹാന അലവിദാരിമി ഇവിടെ അവതരിപ്പിക്കും. അതുപോലെ തന്നെ ഉസ്താദ് ഇവിടെ എത്താനായിട്ടുണ്ട്. അതിന് മുന്നൊരു ആശംസ കൂടെ ഇവിടെ നടക്കാനുണ്ട്. അപ്പൊ ഒന്നര ഉസ്താദ് ഇവിടെ വളരെ പെട്ടെന്ന് എത്തും. അതുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.